പട്ടിക്കാട്ടൻ ബിരിയാണി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നല്ല വാട്ടിയെടുത്ത വാഴ ഇലയിലുള്ള പട്ടിക്കാട്ടൻ ബിരിയാണി. അത് എന്തോന്ന് പട്ടിക്കാട്ടൻ ബിരിയാണി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നല്ല വാട്ടിയെടുത്ത വാഴ ഇലയിലുള്ള പട്ടിക്കാട്ടൻ ബിരിയാണി. പട്ടിക്കാട്ടൻ ബിരിയാണി ഇവിടെ പട്ടിക്കാട്ടോ? അത് ചിക്കനിലും ഉണ്ട് മട്ടനിലും ഉണ്ട്. ടേസ്റ്റ് പറയാനാണെങ്കിൽ എനിക്ക് റൈസിന്റെ രണ്ടും ടേസ്റ്റ് ഒരേപോലെ ഫീൽ ചെയ്തത്. വിശന്നിട്ട് ഒരു ബിരിയാണി മേടിക്കാന്ന് വെച്ചതാണ്, വെറുപ്പിച്ച് ആ വിശപ്പ് അങ്ങ് പോയി കിട്ടി. പേര് പട്ടിക്കാട്ടൻ ബിരിയാണി എന്നൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ ദിണ്ടുക്കൽ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കുന്ന ഏകദേശം അതേ ടേസ്റ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ബിരിയാണി ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ടിന് ഷെയർ ചെയ്തിട്ടോ. ബാംഗ്ലൂരിൽ ഇലക്ട്രോണിക് സിറ്റിയിലാണ് വരുന്നത്. ലൊക്കേഷൻ വേണ്ടവർക്ക് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ മതി പട്ടിക്കാട്ടൻ ബിരിയാണി. കടയുടെ പേരടാ. ഇവനിത് മര്യാദയ്ക്ക് ആദ്യമേ പറഞ്ഞുകൂടായിരുന്ന? പട്ടിക്കാട്ടം എന്ന് പറഞ്ഞു മനുഷ്യൻ വേറെ എന്തൊക്കെയാ ചിന്തിച്ച് കൂട്ടി. മനുഷ്യന് വന്ന വിഷപ്പും ആകെയായിട്ട് പോയി. എന്നാൽ ഈ പട്ടിക്കാട്ടന്റെ അർത്ഥം എന്തോന്നടാ? പട്ടിക്കാട്ടൻ ബിരിയാണി. നീ ഇങ്ങനെ പട്ടിക്കാട്ടം പറഞ്ഞ് പ്രൊമോഷൻ ചെയ്യരുത്, ഉള്ള ആൾക്കാരും കൂടെ ഇറങ്ങി പോകും. എന്നാലും പട്ടിക്കാട്ടൻ ബിരിയാണി കൊള്ളടാ. ഹലോ ഗൈസ്, അപ്പൊ ആരെങ്കിലും പുതുതായിട്ട് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ് അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കട്ടാ. നീയൊക്കെ കണ്ണൂരിച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി ചേട്ടാ. 2 പ്ലേറ്റ് മട്ടൺ ഫ്രൈ പച്ചക്കളർ പൊറോട്ടെ. നീയൊക്കെ കണ്ണൂരിച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. എങ്ങനെയാ പൊറോട്ട ഈ പച്ചക്കളർ മാതിരി? പച്ചക്കളറിന് വേണ്ടി എന്തൊന്നും അര ചേർത്തത്? പട്ടിക്കാട്ടൻ ബിരിയാണി. ആർക്കെല്ലാം അറിയാമെങ്കിൽ കമന്റ് ചെയ്യട്ടാ, അറിയാത്തവരറിയട്ടെ. എനിക്കും അറിയാലോ. ചെറുക്കന്റെ കലിപ്പ് വല്ല പട്ടിക്കാട്ടം വല്ല നിങ്ങളുടെ വെച്ച് തേച്ചു കൊടുത്തത്. ഫസ്റ്റ് നൈറ്റ് ലാസ്റ്റ് നൈറ്റാ അതിരിക്കട്ടെ. കല്യാണം നടന്നാ നിങ്ങൾ ആരെങ്കിലും തിരക്കിയാ? മിക്കവാറും ആ കേക്ക് കൊടുത്തപ്പോ തന്നെ ഡൈവേഴ്സ് ആയി കാണും. പട്ടിക്കാട്ടൻ ബിരിയാണി. എന്നാലും പട്ടിക്കാട്ടൻ എന്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. വെൽഡിംഗ് പണിക്ക് പോയും വയറും പണിക്ക് പോയും കിട്ടിയ പൈസക്ക് ഞാനും ഒരു ഓട്ടോറിക്ഷ മേടിച്ചു. പെട്രോൾ അല്ല, ഡീസൽ ഓട്ടോയാണ്. എന്റെ അച്ഛന്റെ പേരാണ് ഓട്ടോറിക്ഷ കിട്ടിയിരിക്കുന്നത്. കൊണ്ണാം അടിപൊളി. ഇവന്റെ ആദ്യത്തെ ഡയലോഗ് കേട്ടപ്പോ ഞാൻ വിചാരിച്ച് ചെറുക്കാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവൻ ബാക്കിയാണ്. എന്റെ അച്ഛന്റെ പേര് ഓട്ടോയ്ക്കും തച്ചോളി എന്നല്ല തായോ. ഇത് മനഃപൂർവ്വം ആൾക്കാരെ തെറി പേടിക്കാനായിട്ട് ഇട്ട വീഡിയോകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും തച്ചോളി മാമനെ തിരക്കിന്ന് പറയട്ടാ. അല്ലടാ, നിന്റെ പേരെന്തോന്ന്? 18 വർഷമായി കൂടെയുള്ള ഒരു വാഗണാർ കാർ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യവും കൊണ്ടുവന്നത് ആ കാറാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഗുജറാത്തിലെ ഒരു വ്യവസായി കുടുംബം. അപ്പോൾ ഈ കാറിനെ അങ്ങനെ വിട്ടുകളയാൻ അവർക്ക് മനസ്സ് വന്നില്ല. അവര് ഇതിനെ സമാധി ഇരുത്തുകയാണ് ചെയ്തത്. സഞ്ജയ് പൊളാറ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ കൂടെ 18 വർഷം ഉണ്ടായിരുന്നു. അദ്ദേഹം 2006 വാങ്ങിയ തന്റെ വാഗണർ കാർ, അത് അദ്ദേഹത്തിന് അതിനോട് ഇമോഷൻ ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് തന്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയും ഈ കാർ വന്നതിന് ശേഷമാണ് ഉണ്ടായതെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. മണ്ടനായിട്ട് അഭിനയിക്കണതോ? സകല സൗഭാഗ്യവും കൊണ്ടുവന്ന കാർ, ജീവിതത്തിലെ എല്ലാ ഉയർച്ചയ്ക്കും കാരണമായ കാർ. ഇയാള് മണ്ടനായിട്ട് അഭിനയിക്കണല്ല, മണ്ടൻ തന്നെ. 1500 പേർക്ക് ക്ഷണക്കത്തൊക്കെ അയച്ച് 1500 പേരെ ക്ഷണിച്ച് നമ്മൾ ഒരു സംസ്കാര ചടങ്ങ് എങ്ങനെ നടത്തുന്നു അതേ ഒരു സീരിയസോടെയാണ് അദ്ദേഹം കാറിന് സമാധി ഒരുക്കിയിരിക്കുന്നത്. ഉയർച്ചയെ കുഴിയിലാക്കിയ മഹാൻ. ഈ കാർ വീട്ടിൽ ഷെഡിലിട്ടാ പോരെ? അപ്പോട്ടെ ഇങ്ങനെ കുഴിച്ചിട്ട് നശിപ്പിക്കണോ? എല്ലാ ഉയർച്ചയ്ക്കും കാരണമായ കാറിന് കുഴിച്ചിട്ടിരിക്കും. എടാ, നിനക്ക് അതിനോട് എത്ര സ്നേഹമാണെങ്കിൽ വീട്ടിന്റെ ഒരു മൂലയിൽ അങ്ങോട്ട് ഒതുക്കിയിടണമായിരുന്നു. വേണമെങ്കിൽ 2 തിരിയും കത്തിച്ചോ. ഇങ്ങനെ ഉണ്ടാടാ വിവരമില്ലാത്തവന്മാര്. വാടുവൻ. നാസിയ സിൽക്സ് മഞ്ചേരി. നല്ല നല്ല പാന്റീസുകൾ വെറും 5 രൂപ. ഈ ക്വാളിറ്റി ഉള്ള സാധനമായിട്ട് 5 റുപ്യക്ക് കൊടുക്കുന്നത്. വെറും 5 റുപ്യക്ക് ദുബായിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത സാധനമാണ്. ഏത് കുട്ടിയാക്കളുടെ ചെറിയ കുട്ടിയാൾക്ക് കൊടുക്കാം. ഇനി വേണ്ട, എല്ലാത്തിന്റെ കടന്നാരുണ്ടെങ്കിൽ വന്നോളൂ. എന്തോന്നാ അത്? തൊട്ടില്ല. സൈസ് കണ്ടിട്ട് ഭിക്ഷ ഇടുന്നേക്കാളും വലുതാണല്ലോടാ അത്. ഇതെന്തിനാടാ? 12 ഇടാനാ? 2 വാങ്ങിയാൽ വിരിക്കാൻ പുറകേം ചെയ്യാം. എന്നാലും കൊച്ചുങ്ങൾക്കെന്ന് പറയുന്നത് കാണിച്ച സൈസ് ഉണ്ട്. കുട്ടിയാക്കളുടെ ചെറിയ കുട്ടിയാൾക്ക് കൊടുക്കാം. ഭിക്ഷ ഇട്ട വരെ അത് ഊരി പോടാർക്ക. ആണുങ്ങൾ ഇറങ്ങിയാടാ കുലുക്കാൻ. മറ്റേ നിക്കറിന്റെ എലാസ്റ്റിക്കിന്റെ തുമ്പെങ്കിലും വെട്ടി ഇവരെ നിക്കർ വെച്ചിട്ട് വരാ. എന്നാ കുലുക്കണത്? ഇത് കണ്ടപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നിങ്ങളെ മറ്റേ ബെല്ലൈക്കൺ അമർത്താത്തവരുണ്ടെങ്കിൽ അമർത്തി വെക്കി, നോട്ടിഫിക്കേഷൻ വരും. മാഷിന്റെ വയറ് കണ്ടാ തോന്നില്ല കുറവാണെന്ന്. എന്തോന്നടാ മലങ്കുറവൻ? ഞാൻ മലങ്കുറവൻ. മുളങ്കുഴലിൽ തേനുമായി മലനാടൻ മരുന്നുമായി മല കടന്നു വന്നതാണ്. ആദ്യം കമന്റ് വായിച്ചപ്പോ കത്തിയില്ല. ബെൽറ്റ് ഇത്തിരി ലൂസാക്കി ഇട്ടാൽ മതി, തടഞ്ഞു നിന്ന് കെട്ടിക്കിടക്കുമായിരിക്കും. സത്യം പറഞ്ഞ ഈ കമന്റിൽ ഞാൻ ചിരിക്കണോ അതോ ഊക്കണോ എന്നുള്ളൊരു ഡൗട്ടിലാണ്.
ഇനി ഇതിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു. ഓരോരുത്തന്മാരുടെ കയ്യിലിരിപ്പേ. എന്തായാലും നിന്റെ കണ്ടുപിടുത്തം കൊള്ളാം. കൊള്ളേ. സിഗരറ്റ് പാക്കറ്റിനെ പോലും വെറുതെ വിടരുത് നീ ഒന്നും. ആൾക്കാർ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാ കണ്ടുപിടിച്ചോണ്ടിരിക്കണം. जिंदगी की ऐसी की तैसी हो रही है, लेकिन मजा मौज मस्ती में कोई कमी हो जाए. പട്ടിക്കാട്ടൻ ബിരിയാണി ഉണ്ടാക്കി എടുത്തോണ്ട് പോണെന്നാടാ ഇത്? ഇവന് ആരെങ്കിലും ഒരു നിക്കർ അടിച്ചിട്ട് പറയും. എടാ അമ്മുമ്മടാ. എടാ നിനക്ക് ഹീറോയിനായിട്ട് അഭിനയിക്കാൻ വേറെ ആരെയും കിട്ടിയില്ലേ? എടാ പാവൂടാ, അതിനായിട്ട് ഓട്ടിക്കണടാ നീ. പാവൂടാ, അവനായിട്ട് ഓട്ടിക്കണ്ടാ അവൻ. ഓ വെള്ളം മേടിച്ചു കൊടുക്കട്ടാ. തീർന്ന ക്ലൈമാക്സ് കാണിച്ചില്ലടാ. അമ്മൂമ്മ റീലും കഴിഞ്ഞിട്ട് മുട്ടിന് തൈലോട്ട് തേച്ചോണ്ടിരിക്കുകയായിരിക്കും. പാവം. എന്തായാലും റീൽ കൊള്ളാം, കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. എന്താ മനുഷ്യനും പാമ്പിനും ക്രോസ് ആടായത്? মা মনসা, তোমার ভক্তদের তুমি কৃপা করো, আশীর্বাদ করো. ഇങ്ങനെയാണെങ്കിൽ ഇതിനെ മറ്റേ LPG ഗ്യാസിനകത്ത് കയറ്റണം കേട്ടാ. LGBTQ മനുഷ്യനും അല്ല പാമ്പും അല്ല, ഇത് രണ്ടും ചേർന്ന കലവേ. ശരിക്കും സീരിയസ് ആയിട്ട് ഈ പാമ്പ് പാല് കുടിക്കുമോ എന്ന് തന്നെ ഡൗട്ടാണ്. ഇത് മനുഷ്യന് കുടിക്കാനാണ് കൊണ്ടുവച്ചിരിക്കണത്, പാലും പഴവും. എന്തായാലും വിശ്വാസങ്ങളിൽ വ്രണമേൽപ്പിക്കാൻ ഞാൻ ആരും അല്ലാത്തുണ്ടാവും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.